മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർ, ഈ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന്റെ താഴെ ഉജ്ജ്വലമായ ഒരു സ്ത്രീ മുന്നേറ്റം, സ്ത്രീ തൊഴിലാളികളുടെ ഒരു മുന്നേറ്റം നടക്കുകയാണ്, ഒരു പ്രക്ഷോഭം നടക്കുകയാണ്. അത് കണ്ടില്ല നടക്കുകയാണെങ്കിൽ സാർ, സർക്കാർ ഇപ്പം അവരെ വെയിലത്ത് നിർത്തി, മഴയത്ത് നിർത്തി, പെരും മഴയത്ത് ഒരു ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ് സർ. 26,000-ലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അവരെ സമരം ചെയ്യുന്നത്. കർഷക തൊഴിലാളികളുടെയും ഒക്കെ കൂലി വർധന വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടി, മെയ് ദിനം ആചരിക്കുന്ന ഒരു പാർട്ടി ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുകയാണ് സാർ. കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് സ്കീമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. അവിടെ പാർലമെന്റിൽ ഞങ്ങളുടെ എംപിമാർ കഴിഞ്ഞ അതിശക്തമായി ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില ഡ്യൂട്ടികളില്ലേ സാർ? ഇവർ പണിയെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ല. ഈ ആരോഗ്യ മേഖല നമ്പർ 1 ആയി നിലനിർത്താൻ രാവും പകലും പണിയെടുക്കുന്നവരാണ് ശ്രീ ആശാവർക്കർമാർ. അവിടെ സംസ്ഥാനത്ത് ഇവരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, ഇവരുടെ വേതനം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടുവരണമെന്ന് ചോദിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സാർ ഉള്ളത്? നിങ്ങൾ എന്താണ് ആ സമരത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? അവിടെ ഒരു പ്രാവശ്യം ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു, അംഗീകരിക്കുന്നു. പക്ഷേ അവരുടെ ആവശ്യം അംഗീകരിക്കാത്തത് കൊണ്ട് സമരം ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്ത് വളർന്നു വന്നൊരു പാർട്ടിയല്ലേ, തൊഴിലാളി വർഗ പാർട്ടിയല്ലേ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇന്ന് തൊഴിലാളി വർഗം എന്ന് പറയാൻ വേണ്ടിയിട്ട്? ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവരെ ചർച്ച ചെയ്യാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട് ഒരു മാസം പിന്നിട്ടു സാർ ആ തൊഴിലാളികൾ അവിടെ ഇരിക്കുന്നത്? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച പ്രശ്നം പരിഹരിക്കണം. സംസ്ഥാനത്തുള്ള എല്ലാവർക്കും 24 മണിക്കൂറും തൊഴിൽ ചെയ്യുന്നവരാണവർ. ഈ കേരളത്തെ നമ്പർ 1 ആരോഗ്യ മേഖലയാക്കി മാറ്റി നിർത്തുന്ന ആളുകളാണവരെ. അത് ചർച്ചയ്ക്ക് ചെയ്യാൻ തയ്യാറാകണം. അത് കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളെ കണക്ക് നിരത്തുകയല്ല വേണ്ടത്. ആ കണക്ക് കൊണ്ടല്ല അവര് മറ്റ് സംസ്ഥാനങ്ങളിലല്ല പണിയെടുക്കുന്നത്, ഈ കേരളത്തിലാണ്. ഈ കേരളത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല സാർ. അത് അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കണം സാർ. നമ്മുടെ ആഴക്കടൽ മത്സ്യഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തെ അതിശക്തമായി എതിർക്കുകയാണ് സാർ. അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ സർക്കാരിന്റെ ഇടപെടൽ, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള മേഖലകളിലാണ്. കടലിൽ പോയി മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന്, അവരെ തോണി ഉൾപ്പെടെ നഷ്ടപ്പെടുമ്പോൾ, ബോട്ട് ഉൾപ്പെടെ അപകടത്തിൽപ്പെടുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല സാർ. ഏകദേശം 185ഓളം ആളുകൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ മാത്രം മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ തൊഴിലാളികൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുന്നില്ല സാർ. എൻ്റെ മണ്ഡലത്തിൽ ഒരു ഫൈജാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ആ പേര് ബൈഹാർട്ടായിരിക്കും. ഞാൻ നിരവധി പ്രാവശ്യം മന്ത്രിയുടെ ഓഫീസിലും വകുപ്പിന്റെ ഓഫീസിലും കയറി ഇറങ്ങിയതാണ്. പക്ഷേ അത് കൊടുക്കാൻ സാധിക്കില്ല. 20 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്ക് മാറി 5 ലക്ഷം കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. എവിടെയാണ് സാർ 5 ലക്ഷം കൊടുത്തിരിക്കുന്നത്? എന്താണ് സാർ ഇതിൽ ചെയ്തിരിക്കുന്നത്? ഒരു അനൂപ് എന്ന് പറയുന്ന ഒരു ബോട്ട് തകർന്നിട്ട് അതിനുവേണ്ടി അപേക്ഷ കൊടുത്തു. എന്തിനാണ് സാർ ഈ അപേക്ഷ വാങ്ങി വെക്കുന്നത്? എന്തിനാണ് സാർ ഇവിടെ സബ്മിഷനുകൾ അവതരിപ്പിക്കുന്നത്? നമ്മളൊരു സബ്മിഷൻ അവതരിപ്പിച്ചാൽ അതിലൊരു നടപടി ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പ്രഹസനങ്ങളല്ലേ സാർ സത്യത്തിൽ നിയമസഭയിൽ നടക്കുന്നത്? ഈ പ്രഹസനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് നടപടി സർക്കാരിന്റെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ള പ്രധാന ചോദ്യം ഇരിക്കുന്നത് സാർ. KSRTCയും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. മന്ത്രി ഒരുപാട് ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എൻ്റെ മണ്ഡലത്തിലൊക്കെ KSRTC നാട്ടിൻപുറങ്ങളിലേക്ക് KSRTC ബസ്സുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തിട്ട് അതിനൊരു പരിഗണന ഉണ്ടാകുന്നില്ല സാർ. ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞ് താഴെ തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് കൊടുക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് സാർ ഫീസിബിൾ അല്ല എന്ന് പറയുന്നത്? 1-2 ദിവസം ഒരു വണ്ടി ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാസം ഓടിപ്പിച്ചിട്ട് നിങ്ങൾ ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ അങ്ങനെ പോലും കൊടുക്കാതെ ഇത് നിരസിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ ഈ അപേക്ഷകൾ തരുന്നത് എന്തിനാണ്? MLA-മാർ ഇതുപോലെ മന്ത്രിമാരുടെ അടുത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സാർ. ഒന്നുകൂടി അടിയന്തരമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വലിയ തോതിൽ എഫേർട്ട് എടുക്കുന്ന മന്ത്രിയാണ് എന്നറിയാം. ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് സാർ, ആശാ വർക്കർമാരുടെ, ആ തൊഴിലാളികളുടെ ഒരു മാസമായി വരുന്ന ആ സമരം അവസാനിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം. ഇരട്ട ചങ്കുണ്ടായാൽ പോരെ സാർ, ആ ചങ്കിൽ ഇത്തിരി മനുഷ്യത്വം ഉണ്ടാകണം. എങ്കിലേ ഈ തൊഴിലാളികളുടെ സമരത്തെയൊക്കെ കണ്ടെന്ന് നടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.